അങ്ങനെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായേക്കുവാണ്. ആര്യൻ ലാലേട്ടന് മുമ്പിൽ വെച്ച് ചെയ്തത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, മറക്കാൻ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊളിക്കുക. സത്യത്തിൽ ആര്യൻ എവിക്റ്റ് ആയതിനു ശേഷം ലാലേട്ടന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ തന്നെ ആര്യൻ കരയാതെ ഒത്തിരി പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ആര്യൻ്റെ ആ ഒരു AV കാണിച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ വിഷമം വരുന്ന രീതിയിൽ നല്ലൊരു എഡിറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്. ജിസയിലുള്ളത്, അതുപോലെ അനിമോളുമായിട്ടുള്ളത്, അക്ബറുമായിട്ടുള്ളതൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അടിപൊളി നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആര്യനെ കാട്ടും ഡിസേർവിങ് അല്ലാത്ത ഒത്തിരി മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാബുമൻ. എനിക്ക് സാബുവിനോട് വലിയ ഇഷ്ടക്കുറവും ദേഷ്യവും ഒന്നുമില്ല, പക്ഷെ ഞാൻ പറയുവാണ്, ഇപ്പോൾ സാബുമനെ പോലെ ഒരു 10 പേര് ബിഗ് ബോസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബിഗ് ബോസ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? ബിഗ് ബോസ് എന്തിനാ ഇപ്പം നടത്തുന്നത്? ഒരാവശ്യമില്ല. അപ്പം അതേ സമയത്ത് ആര്യനെ പോലെ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുറേ ഫണ്ണ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന കുറേ പേരുള്ളപ്പോൾ ആ ഒരു ഷോ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നല്ലൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നൊരു മത്സരാർത്ഥി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത്. ലാലേട്ടൻ ഇന്നത്തെ എവിക്ഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്ന രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത്. സത്യമാണ്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും. അതേപോലെ തന്നെ വേറൊരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്, ആരെയും ഇങ്ങനെ പുറത്തു പോകുന്ന നേരത്ത്, യു പ്ലേഡ് ബ്രില്യൻ്റ്ലി, നീ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നീ കളിച്ചിട്ടുണ്ടെന്ന് ലാലേട്ടൻ എല്ലാവരോടും കുഴപ്പമില്ല അടിപൊളിയായി കളിച്ചു, ചുരുക്കം ആൾക്കാരോട് മാത്രമേ ലാലേട്ടൻ ഇങ്ങനെ പറയാറുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ലാലേട്ടൻ ആ പറഞ്ഞ സ്വരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ വിഷമം ലാലേട്ടനുണ്ട്. നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്, നല്ലൊരു കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. എന്തായാലും അക്ബർ പൊട്ടിക്കരയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അക്ബർ നല്ല രീതിയിൽ വിഷമമുണ്ട്. നമ്മുടെ നെവിനാണെങ്കിൽ അത്ഭുതം, ദൈവമേ ഞാനായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ പുറത്ത് പോയില്ലല്ലോ, ആ രീതിയിലുള്ള അത്ഭുതത്തിലായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ബിഗ് ബോസ് വീട്ടിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന യുദ്ധം തന്നെയായിരിക്കും. അക്ബർ ഒറ്റയ്ക്ക് സത്യത്തിൽ അക്ബറിന് ഒരു സപ്പോർട്ടായി നിന്നത് ആര്യനായിരുന്നു. അപ്പോൾ ആര്യനും കൂടെ പുറത്തു പോയതുകൊണ്ട് തന്നെ അക്ബർ ഒറ്റയ്ക്കായി. ചിലപ്പോൾ നിവിൻ എപ്പോഴെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. പക്ഷെ മെയിൻലി നമ്മുടെ ഈ പട്ടായ ഗേൾസിൻ്റെ ഒപ്പം നമ്മുടെ ഷാനവാസും കയറിയിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരും കൂടെ അടിച്ചടിച്ചിരുത്താൻ നോക്കും നമ്മുടെ അക്ബറിനെ. എന്തായാലും വരും നിമിഷങ്ങളിലുള്ള അല്ലെങ്കിൽ വരും ദിവസങ്ങളിലുള്ള മത്സരങ്ങൾ വളരെ ടൈറ്റ് ആവാൻ പോവുകയാണ്. എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എനിക്ക് പേഴ്സണലി വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷനായിട്ട് തന്നെ തോന്നിയത്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റൂ, ഞാൻ ഈ ആര്യൻ എവിക്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഒത്തിരി നേരത്തെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലവരും കമൻറ്റ് ചെയ്തു ഇത് ചുമ്മിയാണ്, ഫേക്കാണ്, മറ്റേതാണ്, മറിച്ചാണെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് പുറത്ത് പോയിട്ടില്ലേ? അതാ പറയുന്നത്, ചില കാര്യങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞിടുന്നതൊക്കെ സത്യമാണ്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഇത് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് ന്യൂസസ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, പിന്നെ മറക്കാണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊളിക്കുക. പിന്നെ നിങ്ങൾ പറ, ഇത് അൺഫെയർ എവിക്ഷൻ ആണോ ഫെയർ എവിക്ഷൻ ആണോ? നമുക്ക് നോക്കാമല്ലോ എത്ര പേര് മെജോറിറ്റി ആയിട്ട് എന്താ പറയുന്നതെന്ന്.